നമസ്കാരം. ഞാൻ ഡോക്ടർ മഞ്ജു, തനിസുഖം ആയുർവേദ ക്ലിനിക് കഴക്കൂട്ടം. നമ്മൾ സാധാരണയായിട്ട് ദൈനംദിന ജീവിതത്തിൽ ജീവിതശൈലികൾ മാറിക്കൊണ്ട് അനുഭവിക്കുന്ന കുറച്ച് രോഗങ്ങളുണ്ട്. മെയിനായിട്ട് നമ്മൾ ജീവിതശൈലി മാറ്റങ്ങൾ വരുമ്പോഴത്തേക്കും നമ്മുടെ ശരീരത്തിന്റെ സന്തുലിതാവസ്ഥേനെയാണ് അത് ബാധിക്കുന്നത്. ശരീരത്തിന്റെ ആരോഗ്യത്തെ പ്രതിപാദിക്കുന്ന രീതിയിലുള്ളത്. അതിൽ മെയിനായിട്ട് നമ്മുടെ ക്ലിനിക്കിൽ കണ്ടുവരുന്ന ഒരു രോഗമാണ് ഫാറ്റി ലിവർ എന്ന് പറയുന്നത്. ഫാറ്റി ലിവർ എന്ന് പറയുമ്പം ചില ചില കേസസ് നമുക്ക് മുന്നിൽ പ്രസന്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കതിൻ്റെ ലക്ഷണങ്ങളൊന്നും കാണില്ല. പെട്ടെന്നൊരു മൂത്രത്തിൽ കല്ലോ അല്ലെങ്കിൽ എന്തുകൊണ്ട് അബ്ഡോമിനൽ സ്കാനോ എന്നത് ചെയ്യാനായിട്ട് നമ്മൾ സജസ്റ്റ് ചെയ്ത് വിടുമ്പോൾ വരുന്ന സ്കാൻ റിപ്പോർട്ടിൽ ഈ ഫാറ്റി ലിവർ എന്ന ആ ഒരു കണ്ടീഷനും കൂടി കയറി വരുന്നുണ്ട്. പലരും പേടിച്ചുകൊണ്ടായിരിക്കും നമ്മുടെ മുന്നിൽ വന്നിട്ട് അയ്യോ ഡോക്ടറെ നമുക്ക് ഫാറ്റി ലിവർ ഉണ്ട് എന്താ ചെയ്യേണ്ടത് എന്ന് പറയുന്നത്. മെയിനായിട്ട് നമുക്ക് ഈ ഫാറ്റി ലിവറിനെ തന്നെ പ്രായഭേദമന്യേ പലരിലും കാണപ്പെടുന്ന ഒരു കണ്ടീഷനായിട്ടാണ് പറയുന്നത്. അതിന് മെയിൻ കാരണം എന്ന് പറയുന്നത് ഇന്നത്തെ ജീവിതശൈലി തന്നെയാണ്. ചിട്ടയായ ജീവിത രീതികളെ മാറ്റി ഫാസ്റ്റ് ഫുഡിന്റെ പുറകെ ഓടുന്നതും തിരക്ക് പിടിച്ച ജീവിത രീതികളും ഒക്കെ ഇതിന് പ്രധാന കാരണങ്ങളിൽ ഒന്നാണ്. ലൈഫ് സ്റ്റൈൽ ചേഞ്ച് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ കൂടുതലായിട്ടും ഒന്നാമത്തെ കാര്യം നമുക്ക് വരുന്ന ഭക്ഷണ രീതികൾ മാറി എന്നുള്ളതാണ്. ഫാസ്റ്റ് ഫുഡ് മാത്രമല്ല, നമ്മൾ ഉപയോഗിക്കുന്ന ആഹാര രീതികളുടെ ഒരു ഘടന തന്നെ മാറ്റി. അതായത് ആഹാരം ശരിയായ വിധത്തിൽ കഴിക്കുന്നില്ല. സ്കിപ്പ് ചെയ്തു പോകുന്ന കണ്ടീഷൻ. രാത്രി വൈകിയുള്ള ആഹാര രീതി. അതുപോലെ തന്നെ കൂടുതലായിട്ടും കാർബണേറ്റഡ് ആയിട്ടുള്ള ഡ്രിങ്ക്സിനെ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നു. അതേപോലെ യുവതി യുവാക്കളുടെ ഇടയിൽ സ്പോർട്സ്മാൻ ഡ്രിങ്ക് പോലെയുള്ള കൂടുതലായിട്ടുള്ള പാനീയങ്ങൾ അധികമായി യൂസ് ചെയ്യുന്നത് കൊണ്ട് ഇതൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ആഹാര രീതികളെ കൊണ്ടുണ്ടാവുന്നത്. നമുക്കറിയാം നമ്മുടെ സാറ്റ് മെറ്റബോളിസം ആക്ട് ചെയ്യുമ്പോഴത്തേക്കിന് ഏറ്റവും കൂടുതൽ റിയത്തോപ്ഷനും അതുപോലെ തന്നെ ഫാറ്റ് മോളിക്യൂളിനെ കൂടുതലായിട്ട് ഒബ്സർവ് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് നമ്മുടെ കരളാണ്. ആ കരളിൽ കൂടുതലായിട്ട് നമുക്ക് കരൾ വീക്കം അല്ലെങ്കിൽ ഫാറ്റി ലിവർ ഉണ്ടാവണമെങ്കിൽ കൂടുതലായിട്ട് ഫാറ്റ് മോളിക്യൂൾ അല്ലെങ്കിൽ കൊളസ്ട്രോളിൻ്റെ ചീത്ത കൊളസ്ട്രോൾ കൂടുതലായിട്ട് നമ്മുടെ ബോഡിയിൽ അടിഞ്ഞു കൂടുന്നു എന്നതാണ്. അതിപ്പോൾ സാധാരണയായിട്ട് ഒരു ഒബേസ് ആയിട്ടുള്ള പേഴ്സണിൽ മാത്രമാണോ കണ്ടുവരുന്നതെന്ന് വെച്ചാൽ അല്ല. ഒബേസ് അതായത് തടി കൂടിയ പേഷ്യന്റിൽ മാത്രമല്ല നമുക്ക് ഈ ഫാറ്റി ലിവർ. സാധാരണ നാട്ടിൻപുറങ്ങളിൽ ചില കേസുകൾ നമ്മുടെ മുന്നിൽ പ്രസന്റ് ചെയ്യുന്നത് ഞങ്ങൾ ഫാസ്റ്റ് ഫുഡൊന്നും കഴിക്കുന്നില്ല, ഞങ്ങൾ ആഹാര രീതിയൊക്കെ ക്രമീകരിച്ചാണ് കൊണ്ടുപോകുന്നത്, എന്നിട്ട് ഞങ്ങൾക്ക് ഫാറ്റി ലിവർ ഉണ്ടല്ലോ ഡോക്ടറെ എന്ന് ചോദിച്ചു വരുന്ന പല രോഗികളും ഉണ്ട് നമ്മുടെ മുന്നിൽ. അവരോടും പറയാനുള്ളത് നമ്മളിപ്പോൾ ആഹാരം കൺട്രോൾ ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചാലും നമ്മൾ വീട്ടുകളിൽ ഉപയോഗിക്കുന്ന ആ, തേങ്ങ തേങ്ങ അതുപോലെ തന്നെ വെളിച്ചെണ്ണ ഇതിൻ്റെ അമിതമായ ഉപയോഗം, അതായത് സാധാരണ ഉപയോഗിക്കുന്നതിൽ നിന്ന് അമിതമായ ഉപയോഗം കൊണ്ടും നമുക്ക് ബാഡ് കൊളസ്ട്രോൾ അതായത് ചീത്ത കൊളസ്ട്രോൾ അടിഞ്ഞു കൂടി ഇതുപോലെ തന്നെ ഫാറ്റി ലിവർ ഉണ്ടാകാനുള്ള ഒരു കാരണമായി മാറാറുണ്ട്. ഫാറ്റി ലിവർ തന്നെ പേടിക്കേണ്ടതുണ്ടോ എന്ന കണ്ടീഷൻ ചോദിക്കുമ്പോഴത്തേക്കും ഫാറ്റി ലിവറിൽ തന്നെ നമുക്ക് ഓരോ കാറ്റഗറി ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഗ്രേഡ് 1, ഗ്രേഡ് 2, ഗ്രേഡ് 3. ഇതിൽ ഗ്രേഡ് 1, ഗ്രേഡ് 2 എന്ന കണ്ടീഷനിൽ വരുമ്പോഴത്തേക്കും നമുക്ക് ഭക്ഷണത്തെ ക്രമീകരിച്ചുകൊണ്ട് മറ്റ് അസ്വസ്ഥതകളൊന്നും ഇല്ലാത്ത ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണ ക്രമീകരണം നടത്തിക്കൊണ്ട് തന്നെ നമുക്ക് ലിവറിനുണ്ടാകുന്ന ഈ ഫാറ്റി ലിവറിന് ഒരു ഒരു ഒരുവിധം നമുക്ക് കൺട്രോൾ ചെയ്യാവുന്നതാണ്. എന്നാൽ ഗ്രേഡ് 3 ഫാറ്റി ലിവറുള്ള ഒരു കണ്ടീഷനുള്ള രോഗി പ്രധാനമായും ഫാറ്റി ലിവറിനെ അവഗണിച്ചുകൊണ്ട് ഫുഡ് പാനീയങ്ങളായാലും അതുപോലെ മദ്യപാനം കൂടുതലായിട്ട് യൂസ് ചെയ്യുമ്പോഴും ഫാറ്റ് ലിവർ അതായത് ഗ്രേഡ് 3 എന്നുള്ള കണ്ടീഷനിലെ ഫാറ്റി ലിവർ മാറി അത് ലിവർ സിറോസിസിലേക്ക് വഴിമാറാനുള്ള സാധ്യത കൂടുതലാണ്. ഫാറ്റി ലിവറിനെ കൺട്രോൾ ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ മാറ്റേണ്ടത് നമ്മുടെ ജീവിത ശൈലികൾ തന്നെയാണ്. അതിൽ ഒന്നാമതായി നാം പാലിക്കേണ്ടത് ചിട്ടയായ ഒരു ജീവിത ശൈലി മാറ്റിയെടുക്കുക എന്നതാണ്. ചിട്ടയായ ആഹാര രീതികളിൽ കൂടുതലായിട്ടും ഫൈബറുകൾ അടങ്ങിയത് അല്ലെങ്കിൽ വൈറ്റമിൻ സി ആയിട്ടുള്ളത്, പ്രോട്ടീൻ അടങ്ങിയ ആഹാരങ്ങൾ ഇതെല്ലാം കൂടുതലായിട്ട് ഉപയോഗിക്കുക. അതുപോലെ തന്നെ കരളിലുണ്ടാവുന്ന ഈ ഒരു വീക്കത്തെ നമുക്ക് നിർജ്ജലീകരണം വഴി നമുക്ക് തടയാൻ സാധിക്കും. അതായത് അധികമായിട്ട് നമ്മൾ ഒരു മനുഷ്യന് സാധാരണ ശരാശരി ഒരു 1.5 ലിറ്റർ തൊട്ട് 2 ലിറ്റർ വരെയാണ് വെള്ളം കുടിക്കാൻ നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ കരളിന്റെ ഡീടോക്സിഫിക്കേഷൻ നടക്കാൻ ഏറ്റവും നല്ല മാർഗ്ഗം എന്ന് പറയുന്നത് നന്നായിട്ട് വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. നന്നായിട്ട് വെള്ളം കുടിക്കുന്ന ഒരാളിൽ തന്നെ നമുക്കറിയാം മൂത്രത്തിനോട് കൂടി അതോടൊപ്പം തന്നെ ടോക്സിക് ആയിട്ടുള്ള സബ്സ്റ്റൻസ് മൂത്രത്തിലൂടെ പോകുന്നതായിരിക്കും. അത് സാധാരണ തിളപ്പിച്ചാറിയ വെള്ളം എത്രയാണോ ഒരു 1.5 ലിറ്ററോ 2 ലിറ്ററോ നമുക്ക് കുടിക്കാവുന്നതാണ്. രണ്ടാമത്തെ കാര്യമാണ് വ്യായാമം. ഇപ്പം എല്ലാവരുടെയും വീട്ടിൽ സ്കൂട്ടിയും അതുപോലെ തന്നെ കാറും ഒന്നും ഇല്ലാത്ത ഒരവസ്ഥയിലല്ല. ഇപ്പം എല്ലാവരുടെയും വീട്ടിലെ എല്ലാ സജ്ജീകരണങ്ങളും വീട് മുറ്റത്ത് തന്നെ വന്ന് നിൽക്കാവുന്ന എല്ലാം ഉണ്ട് താനും.
അതുകൊണ്ട് തന്നെ പലപ്പോഴും നടത്തം എന്നുള്ളത് നമ്മുടെ റുട്ടീനിൽ നിന്നും മാറിപ്പോകുന്നു. പിന്നീട് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ബീഫ് അതായത് റെഡ് മീറ്റ് അധികമായിട്ട് കഴിക്കുന്ന ആൾക്കാർ, റെഡ് മീറ്റ് അധികമായി കഴിക്കുന്നവർ, സ്ഥിരമായിട്ട് റെഡ് മീറ്റ് കഴിക്കുന്നവർ, അതും റെഡ് മീറ്റ് കഴിച്ചുകൊണ്ട് വ്യായാമം ചെയ്യാതെ, അതായത് ദേഹം അനങ്ങാതെ ഒരിടത്ത് ഇരുന്നിട്ടുള്ള പണി ചെയ്യുന്ന ആൾക്കാർ കൂടുതലായിട്ടും ഫാറ്റി ലിവർ കാണപ്പെടാൻ സാധ്യത ഉണ്ട്. നമ്മൾ സാധാരണയായിട്ട് ഫാറ്റി ലിവർ ഈ വയസ്സായ അല്ലെങ്കിൽ ഒരു മധ്യവയസ്സ് കഴിഞ്ഞ ആൾക്കാരിലാണ് കൂടുതലായി കണ്ടുവരുന്നത് എന്ന ഒരു തെറ്റായ ധാരണ നമ്മുടെ ഇടയിൽ പ്രചരിക്കുന്നുണ്ട്. അങ്ങനെയല്ല. സാധാരണ ഇപ്പം എൻ്റെ അടുത്ത് വന്നൊരു കേസിൽ തന്നെ 10 വയസ്സുള്ള കുട്ടികൾക്കും ഒരു ഫാറ്റി ലിവറിൻ്റെ ഇത് കണ്ടീഷൻ ഉണ്ടായിട്ടുണ്ട്. അതിന് പ്രധാന കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ഒരു രീതി, അതായത് ഈ ന്യൂ ജനറേഷൻ അല്ലെങ്കിൽ ഈ കാലയളവിൽ ഈ 10-15 വർഷത്തിനിടയിൽ സംഭവിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ കൂടുതലും നടന്നു പോയിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു സ്കൂളിൽ നമ്മൾ കുട്ടികളെല്ലാം. അതൊക്കെ ഉപേക്ഷിച്ച് ഇപ്പോൾ വാനിലോ സ്കൂട്ടിയിലോ അങ്ങനെ കുട്ടികളുടെ ആ നടത്തത്തെയൊക്കെ നമുക്ക് അതിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കാതെ, അല്ലെങ്കിൽ കുട്ടികളുടെ ആ കളിച്ചു വളരുന്ന ആ ഒരു പ്രായത്തിനെ നമ്മൾ തടയിട്ടുകൊണ്ട് അവരെ ഒരിടത്ത് ഇരുത്തി, അല്ലെങ്കിൽ അവരെ ഒരിടത്ത് ഒരു സ്ഥലത്തേക്ക് കേന്ദ്രീകരിച്ചിട്ടുള്ള ആ ഒരു കണ്ടീഷൻ ആകുമ്പോഴും കുട്ടികളിലും ഇങ്ങനെ, അതുപോലെ തന്നെ കുട്ടികൾക്ക് അമിതമായി കൂടുതലായിട്ട് പ്രോട്ടീൻ റിച്ച് അല്ലെങ്കിൽ ഫാറ്റ് കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള ആഹാര രീതികൾ ശീലിപ്പിക്കുന്നതും ഫാറ്റി ലിവറിന് ഒരു കാരണമായി മാറാറുണ്ട്. ഗ്രേഡ് 2 വരെ നമുക്ക് ഭക്ഷണത്തിലൂടെ നമുക്കതിനെ കൺട്രോൾ ചെയ്ത് ഫാറ്റി ലിവറിനെ കുറയ്ക്കാവുന്നതാണ്. ഇനി ഗ്രേഡ് 3 എന്ന കണ്ടീഷൻ വരുമ്പോൾ ഞാൻ പറഞ്ഞു നേരത്തെ, ഭക്ഷണ ക്രമീകരണം വേണം, അതിനോടൊപ്പം തന്നെ മെഡിസിൻ അതിൻ്റെ ആവശ്യകതയെ ആവശ്യം നോക്കിയിട്ട് അതുപോലെയുള്ള മെഡിസിൻസ് ഇൻടേക്ക് ചെയ്യുകയും ചെയ്യണം. ഈ പറഞ്ഞ ഗ്രേഡ് 1 ആയാലും ഗ്രേഡ് 2 ആയാലും ഗ്രേഡ് 3 ആയാലും ഒരു നോർമൽ ആയിട്ടുള്ള ആൾക്കാർക്ക് ബ്ലഡിലുള്ള കൊളസ്ട്രോളിനെ ചെക്ക് ചെയ്ത് കൊളസ്ട്രോൾ ലെവൽ നോക്കുക. അതുപോലെ തന്നെ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്ത് ലിവർ ഫംഗ്ഷൻ ടെസ്റ്റിലും കുഴപ്പമില്ലാതെ ഇരിക്കുന്ന കണ്ടീഷനൊക്കെ ആണെന്നുണ്ടെങ്കിലും നമുക്കിതുപോലെ ഭക്ഷണത്തിലൂടെ ക്രമീകരിച്ചൊക്കെ കൊണ്ടുപോകാവുന്നതാണ്. നെക്സ്റ്റ് നമ്മൾ നമ്മുടെ ക്ലിനിക്കിൽ സാധാരണയായിട്ട് ടീനേജേഴ്സ് ആയിക്കോട്ടെ, അഡോളസൻസ് ആയിക്കോട്ടെ, വയസ്സായവരിലായിക്കോട്ടെ, കുട്ടികളിലായിക്കോട്ടെ കണ്ടുവരുന്നൊരു കണ്ടീഷനാണ്. പ്രധാനമായും നമ്മുടെ ക്ലിനിക്കിൽ വരുന്നൊരു കണ്ടീഷനാണ് ഹെയർ ഫോൾ. പലരും പറയും പരസ്യങ്ങൾ കണ്ടിട്ട് ആ പ്രോഡക്റ്റ് ഉപയോഗിച്ചു, ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ട് എനിക്ക് കുറവില്ല, എന്നാൽ മറ്റൊരാൾ ഉപയോഗിച്ചപ്പോഴത്തേക്കും അവർക്ക് ബുദ്ധിമുട്ടില്ലാതെ അവരുടെ ഹെയർ ഫോളൊക്കെ കുറഞ്ഞു എന്ന് കണ്ടീഷൻ പറഞ്ഞ് കുറേ പേഷ്യൻസ് നമ്മുടെ മുന്നിലേക്ക് വരാറുണ്ട്. ഹെയർ ഫോൾ എന്താണെന്നാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. സാധാരണയായി നമ്മുടെ മുടിയിൽ നിന്നും ദിവസേന ഹെയർ കൊഴിഞ്ഞു പോകുന്നൊരു രീതിയുണ്ട്. 100-ൽ അധികമായി കൊഴിഞ്ഞാൽ, അധികമായിട്ട് കൊഴിഞ്ഞു പോകുന്ന രീതിയാണ് നമ്മൾ ഹെയർ ഫോൾ എന്ന കണ്ടീഷനിലേക്ക് പോകുന്നത്. ഇതിന് പ്രധാനമായും കുറേ കാരണങ്ങളാണ് പറയുന്നത്. മെയിനായിട്ട് നമ്മൾ പറയുന്ന ഒരു കാരണം എന്ന് വെച്ചാൽ പ്യുവർ ഡയറ്റ്, ആഹാര രീതിയിലുള്ള അപര്യാപ്തത. ഫൈബർ ആയിട്ടുള്ളത്, അല്ലെങ്കിൽ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ വൈറ്റമിൻ സി അങ്ങനെ കുറവായിട്ടുള്ള, ഫോളിക് ആസിഡ് ഒക്കെ വളരെ കുറഞ്ഞ രീതിയിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങളാണ് കഴിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആഹാര രീതിയാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ ഹെയർ ഫോൾ ഉണ്ടാകാം. ഫോളിക് ആസിഡിൻ്റെ ഡെഫിഷ്യൻസി അല്ലെങ്കിൽ അയൺ ഡെഫിഷ്യൻസി, ഇതുകൊണ്ടും ഹെയർ ഫോൾ ഉണ്ടാകാം. കാൽഷ്യം ഡെഫിഷ്യൻസി, ഇതും വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി, ഇതുകൊണ്ടും ഹെയർ ഫോൾ ഉണ്ടാകാം. ഇത് മാത്രമല്ല, ഇന്ന് ഭക്ഷണ രീതികൾ മാറിയത് കൊണ്ട് അതുകൊണ്ടുണ്ടാകുന്ന ചില അസുഖങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അതും ഹോർമോണൽ ഇംബാലൻസ് വരുന്നുണ്ട്. ഹോർമോണൽ ഇംബാലൻസ് വരുന്ന PCOD പോലെയുള്ള അസുഖങ്ങളിലും ഹെയർ ഫോൾ ഒരു സിംറ്റമായിട്ട് വരുന്നുണ്ട്. ഇതുപോലെ തൈറോയ്ഡ് ഡെഫിഷ്യൻസി ഉള്ള ഒരു കണ്ടീഷനിൽ രോഗികൾക്കും ഹെയർ ഫോൾ കണ്ടുവരുന്നുണ്ട്. ഉറക്കമില്ലായ്മയും ഹെയർ ഫോളും തമ്മിലും ബന്ധപ്പെട്ട് കിടക്കുന്നു. സ്ട്രെസ്, IT മേഖലയായാലും ഇപ്പം തിരക്കിട്ട ജോലികൾക്കിടയിൽ പലപ്പോഴും നമ്മൾ ഫാമിലിപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാകും, അല്ലെങ്കിൽ ജോലിയുടെ തിരക്ക് കൊണ്ടുണ്ടാകുന്ന സ്ട്രെസ് ഉണ്ടാകും. ഇതുകൊണ്ട് ഉറക്കക്കുറവുകൾ നമുക്കുണ്ടാകാം. ആ കണ്ടീഷനിലും നമുക്ക് കൂടുതലായിട്ടും ഹെയർ ഫോൾ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം മൂലകാരണം കണ്ടെത്തിക്കൊണ്ട് ആ ഹെയർ ഫോളിനെ നമുക്ക് ട്രീറ്റ് ചെയ്ത് നമുക്ക് ആ ഹെയർ ഫോളിനെ കുറയ്ക്കാം. ആയുർവേദത്തിൽ വേസ്റ്റ് പ്രോഡക്റ്റ് ആയിട്ടാണ് നമ്മൾ ദന്തം, അതുപോലെ നഖം അല്ലെങ്കിൽ മുടി എന്ന് പറയുന്നത്. അപ്പം അസ്ഥിധാതു എത്രത്തോളം സ്ട്രോങ് ആയിരിക്കുമോ അതുപോലെ ആയിരിക്കും അതിൻ്റെ ഔട്ട്കം എന്ന് പറയുന്നത്. ആ ഔട്ട്കം, അതായത് തിന്നിങ് മാറി തിക്നെസ്സോട് കൂടിയിട്ടുള്ള ഹെയർ, അതുപോലെ തന്നെ നല്ല ദന്തം, നല്ല നഖം പൊട്ടിപ്പോകാതെ നല്ല നഖങ്ങൾ, ഇതൊക്കെ ഉണ്ടാകുന്നത് അസ്ഥിധാതുവിൻ്റെ വേസ്റ്റ് പ്രോഡക്റ്റ്, അസ്ഥിധാതുവിൻ്റെ പോഷണത്തിൽ ഉണ്ടാകുന്ന നല്ല ഇത് കൊണ്ടാണ് ഉണ്ടാകുന്നത്. അപ്പം നമ്മൾ കാൽസ്യം ഡെഫിഷ്യൻസി നമ്മൾ പറഞ്ഞു. അപ്പം അസ്ഥിധാതു, അതായത് കാൽസ്യത്തിന് ഡെഫിഷ്യൻസി ഉണ്ടായാലും നമുക്ക് ഹെയർ ഫോൾ ഉണ്ടാകാനുള്ള ചാൻസസ് കൂടുതലായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ആ മൂല കാരണം കണ്ടെത്തിക്കൊണ്ട് അതിനെ ഒഴിവാക്കി ഹെയർ കറക്റ്റായിട്ട് നമ്മൾ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഹെയർ ഫോൾ നമുക്ക്
കൂടുതലായിട്ടും റിസൾട്ട് ഹെയർ ഫോൾ കുറഞ്ഞുകൊണ്ടുള്ള നല്ല റിസൾട്ട് നമ്മുടെ ക്ലിനിക്കിൽ കൂടുതലായിട്ടും കാണപ്പെടുന്നുണ്ട്. അതിന് ഉതകുന്ന വിധത്തിൽ ശിരോപിജോ, ശിരോധാരയോ, ലീച്ച് തെറാപ്പിയോ അങ്ങനെ പല കണ്ടീഷനും ഓരോ രോഗിയുടെ അവസ്ഥാഭേദങ്ങൾ അനുസരിച്ചിട്ടുള്ള കണ്ടീഷൻ അനുസരിച്ചിട്ട് നമുക്ക് രോഗത്തെ നിർണയിച്ചുകൊണ്ട് നമുക്ക് ആ രോഗിയുടെ ആ ഒരു കണ്ടീഷൻ മാറ്റിയെടുക്കാൻ സാധിക്കും. നമ്മുടെ ക്ലിനിക്കിൽ കൂടുതലായിട്ട് വരുന്ന മറ്റൊരു കേസാണ് ഉളുക്കോ ചതവോ കൊണ്ട് അല്ലെങ്കിൽ ഓപ്പറേഷൻ കണ്ടീഷൻ പറഞ്ഞിട്ട് അത് ഓപ്പറേഷന് വിധേയമാകാതെ അങ്ങനത്തെയുള്ള കണ്ടീഷനിൽ നമുക്ക് കൂടുതലായിട്ട് കിട്ടുന്നുണ്ട്. ആ കണ്ടീഷനിൽ നമ്മൾ ഇവിടെ കൂടുതലായിട്ടും മർമ്മപ്രധാനമായിട്ടുള്ള ചികിത്സയാണ് അതിനെ വെച്ച് കാണുന്നത്. അതിൽ കൂടുതലും ഒരു നല്ല റിസൾട്ടാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് താനും. മർമ്മ ചികിത്സയുടെ കൂടെ തന്നെ നമ്മൾ ആയുർവേദത്തിൽ അനുഷ്ഠിക്കുന്ന പഞ്ചകർമ്മ ചികിത്സയും നമ്മൾ ചെയ്തു വരുന്നുണ്ട് നമ്മുടെ ക്ലിനിക്കിൽ. അതിന് നല്ല റിസൾട്ടാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ക്ലിനിക്കിൽ കണ്ടുവരുന്ന ചില കേസുകളെയാണ് നമ്മൾ കൂടുതലായിട്ട് ഇന്ന് ഇവിടെ വിഷയമാക്കിയിരിക്കുന്നത്. നമ്മുടെ ശരീരത്തിന്റെ സന്തുലിതയ്ക്ക് ആവശ്യമായ ചിട്ടയായ വ്യായാമം, അതുപോലെയുള്ള നല്ല ആഹാര രീതികൾ, അതുപോലെ നല്ല ഒരു ആരോഗ്യം നിലനിർത്തണമെന്ന് ഉണ്ടെങ്കിൽ സന്തുലിതമായ ആ ശരീരം മാത്രമല്ല ഒരു മനസ്സും ആവശ്യമാണ്. അപ്പോൾ സ്ട്രെസ് പോലെയുള്ള ഉറക്കമില്ലായ്മ അങ്ങനെയുള്ള കണ്ടീഷനുകളൊക്കെ അവോയ്ഡ് ചെയ്തുകൊണ്ട് നമ്മൾ തന്നെ നമ്മുടെ ജീവിതശൈലിയെ ചിട്ടപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ജീവിത രീതി നമ്മൾ ക്രമീകരിക്കേണ്ട ആവശ്യകതയുണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ ടോപ്പിക്ക് അവസാനിപ്പിക്കുന്നു.